ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് നൗഫ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത പോലെ ചില ടേംസുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് an arithmetic sequence, terms and its position in the arithmetic sequence. First one, the difference between any two terms of an arithmetic sequence will be a multiple of its common difference. Next, when a multiple of common difference, is added to a term of an arithmetic sequence, we get another term of the same sequence. In an arithmetic sequence of positive integer terms, when the terms are divided by its common difference, we get the same number as the remainder. Next one, in an arithmetic sequence having a definite number of terms, sum of the terms equidistant from both the ends are equal. If the number of terms in the sequence is odd, we get a middle term. The middle term will be half of this sum. Okay. Next one, also the middle term can be obtained by dividing the sum of the terms by the number of terms. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും താഴെ വരിക. അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ് 7, 10, 13, etc. First sub question, what is the remainder when the terms are divided by its common difference? And the second sub question is, what is the first 3-digit term of this sequence? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ടേംസിലെ, ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ ടേംസുകളെ നമ്മൾ അതിന്റെ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വിച്ച് will be equal to 10 minus 7 അല്ലെങ്കിൽ 13 minus 10, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 7 is equal to 3. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടേം ഈ 3 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് ആൻസർ കിട്ടുന്നതിനോടൊപ്പം റിമൈൻഡർ എന്ന് പറയുന്നത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഒരു നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തന്നിരിക്കുന്നതും ഇത് കഴിഞ്ഞിട്ടുള്ള ടേംസുകളുമായിട്ട് 3 ഡിവൈഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാത്തിനും റിമൈൻഡർ 1 ആയിട്ട് കിട്ടുള്ളൂ. All terms gives the remainder 1 on dividing by 3. ഇത് പോയിന്റ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് അറിയാമോ? ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തന്ന പോയിന്റില് തേർഡ് പോയിന്റ്, in an arithmetic sequence of positive integer terms, when the terms are divided by its common difference, we get the same number as the remainder. Second sub question ചോദിച്ചിരിക്കുന്നത്, what is the first 3-digit term of the sequence? നമുക്കറിയാം ഫസ്റ്റ് 3-digit ടേം നോർമലി ഏതാണ്? 100 അല്ലേ? അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ബാക്കിയുള്ള ടേംസുകൾ വരുന്നത്. 100 തന്നെ ഇതിന്റെ ഒരു ടേം ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ടേംസുകൾ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് 100 എടുക്കാം. 100 ഈ ഒരു സീക്വൻസിന്റെ ടേം ആണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടീഷൻ യൂസ് ചെയ്യാം നമുക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട്? ഈ 100 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ഉണ്ടോ നോക്കിയാൽ പോരെ. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസില് അതിന്റെ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടേംസിൽ വരുന്ന ആ ഒരു ഡിവിഷനിൽ വരുന്ന റിമൈൻഡർ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോ ഈ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് റിമൈൻഡർ നമുക്ക് 1 ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ എന്ത് പറയാം? 100 എന്ന് പറയുന്നത് ആണ് അതിന്റെ ഫസ്റ്റ് 3-digit term. Now the second question is, 10th term of an arithmetic sequences. നമുക്ക് 10th term തന്നിട്ടുണ്ട് of an arithmetic sequences. എന്താണ്? 24. And the 14th term is 36. എന്താണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് സീക്വൻസ്? അപ്പൊ നമുക്ക് 10th ടേമും തന്നിട്ടുണ്ട്, 14th ടേമും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 14th ടേം ഉണ്ട്, then 10th ടേമും ഉണ്ട്. ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4D എന്നായിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അരിത്മെറ്റിക് സീക്വൻസിന്റെ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഓരോന്നും ഓരോ പൊസിഷൻ വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് ആ ചാപ്റ്റർ എടുത്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പൊസിഷന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും, അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്താലേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുള്ളൂ. ഓക്കെ, x14 minus x10 is equal to 4 into d. ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 4d is equal to 36 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. x14 minus x10 എന്താണ്? 24, which is equal to 12. This implies d is equal to 12 by 4, which is equal to 3. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഈ തന്നിരിക്കുന്ന ടേംസുകൾ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഫസ്റ്റ് ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സെയിം ഇതേ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന് ചെയ്ത അതേ റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് x10 മൈനസ് 9d. അതായത് അവരുടെ തമ്മിലുള്ള പൊസിഷൻ നമ്പേഴ്സുകൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന നമ്പർ ഇൻറ്റു d ചെയ്യുമ്പോഴാണ് നമുക്ക് അവർ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുക. ഇത് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ, ഇത് നമ്മുടെ 10th പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് 10th പൊസിഷനിലേക്ക് എത്ര കോമൺ ഡിഫറൻസ് മൾട്ടി പൊസിഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 9 കിട്ടും. അപ്പൊ 9 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്താലേ നമുക്ക് 10th പൊസിഷനിൽ കിട്ടുള്ളൂ. ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് x1 is equal to എന്തെന്ന് എഴുതാം? x10 നമുക്ക് ഓൾറെഡി അറിയാം 24 ആണ്. കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു, which is 3, which is equal to minus 3. This is the first term. Now the third question is 8th term of an arithmetic sequence is 21. അപ്പോൾ നമുക്ക് 8th term of an arithmetic sequence തന്നിട്ടുണ്ട്, which is 21. First sub question is what is the sum of its 6th term and 10th term? 6th termന്റെയും 10th termന്റെയും സമ്മ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ 8th ടേം ആയിട്ട് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യുക? x8 into 2. ഓക്കെ, ഇതിന്റെ റീസൺ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ആ ഡിഫൈൻ ചെയ്ത ആ പോയിന്റുകളിൽ ഒന്നാണ്. ഏതായിരുന്നു? ഇൻ an arithmetic sequence having a definite number of terms, sum of terms equidistant from both the ends are equal if the number of terms in the sequence is odd. We get a middle term. The middle term will be half of the sum. Okay, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് 21 into 2 ചെയ്യുക. ആൻസർ നമുക്ക് 42 എന്ന് കിട്ടും. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് 15th ടേം? അതായത് x1 plus x15. സെയിം നമ്മൾ ഇതിന് യൂസ് ചെയ്ത സെയിം അതേ പോയിന്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. This x1 plus x15 is same as x6 plus x10. നമ്മൾ അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം, which is 42. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. ഓക്കെ, ഫസ്റ്റ് 15 ടേംസ് കൺസിഡർ ചെയ്യാം. When the sum of these term is divided by 15, we get the middle term. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതില് ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലാസ്റ്റത്തത്. The middle term can be obtained by dividing the sum of terms by the number of terms. നമ്മള് 15 ടേംസുകളുടെ സം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. 15 ടേംസുകളുടെ സം എടുക്കുക. 15 ടേംസുകളുടെ സം എന്ന് പറയുമ്പോൾ S15 അല്ലെ. ഇത് ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടും, which is the 8th term. S15 എന്ന് പറയുന്നത് x8 into 15. x8 നമുക്ക് ഓൾറെഡി അറിയാം, which is 21 into 15, which is equal to 350. Fourth question. Algebraic form of an arithmetic sequence is 4n plus 7. Okay, അപ്പൊ നമുക്ക് algebraic form തന്നിട്ടുണ്ട്. First sub question. What is the common difference of this sequence? Simple അല്ലേ? ഇങ്ങനത്തെ ഒരു സംഭവം തന്നു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ പോലെ ആ ഒരു ഇക്വേഷൻ എടുക്കുക, അത് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുക. d is equal to of course 4. Now the second sub question is what is the difference between 10th term and 20th term of this sequence? 20th termന്റെയും 10th termന്റെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം.
ഈ 20th ടേമിൽ നിന്ന് അല്ലെങ്കിൽ 10th ടേമിൽ നിന്ന് 20th ടേമിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യണം? 10 times common difference. Okay, which is equal to 10 into 4. This is 40. The third sub question. What should be added to its 12th term to get 18th term? 18th term കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ 12th ടേമിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 12th ടേമിൽ നിന്ന് 18th ടേമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യണം? 6 times common difference. This will be 6D. 12th ടേമിൽ നിന്ന് 18th ടേം ആവണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 6 times കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന അത്രയും വാല്യൂ ഈ 12th ടേമിനായിട്ട് പ്ലസ് ചെയ്താലേ നമുക്ക് 18th ടേം കിട്ടുള്ളൂ. ഇതെന്താണ്? 6 into 4 വരും 24. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് 12th ടേമിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? നമ്മൾ 6D ആണെന്ന് പറഞ്ഞു, വിച്ച് ഇസ് 24 ടു ഗെറ്റ് ദി 18th ടേം. ഇപ്പൊ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോ സബ് ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് കേട്ടോ. മാർക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാ സബ് ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. നമുക്ക് 3 മാർക്ക് വീതമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുക. 5th question. Angles of a pentagon are in the arithmetic sequence. First sub question. What is the sum of all terms of this sequence? ഈ സീക്വൻസിലെ ടേംസുകൾ എന്താണ്? പെന്റഗന്റെ ആംഗിൾസ്. അപ്പൊ പെന്റഗന്റെ ആംഗിളിന്റെ സമ്മിന്റെ ഫോർമുല എന്താ? ആംഗിൾ സം ഓഫ് പെന്റഗൺ. അതാണല്ലോ ശരിക്കും ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. 5 minus 2 into 180 degree which is equal to 540 degree. എല്ലാവർക്കും ഈ ഫോർമുല ഫെമിലിയർ ആയിരിക്കും. ദാറ്റ് ഇസ് n minus 2 into 180 degree ഇന്റീരിയർ ആംഗിൾസിന്റെ ഇക്വേഷൻ. Okay. Now the second sub question is, what is the middle term of the sequence? Middle term എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ 5 ഇതാണുള്ളത് അല്ലെ? അപ്പൊ ടോട്ടൽ 5 ആണുള്ളത്. ഇവരുടെ സമ്മ് നമുക്കറിയാം 540. ആൻസർ കിട്ടുന്നത് 108 which is x3. അതാണ് അതിന്റെ മിഡിൽ ടേം. The third sub question is, if the smallest angle of a pentagon is 42, then what will be its largest angle? അപ്പൊ നമുക്കിപ്പോ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോ സബ് ക്വസ്റ്റ്യനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസുകൾ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടോ അത് യൂസ് ചെയ്തുകൊണ്ടോ എങ്ങനെയെങ്കിലും ആ ഒരു ലാർജസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാക്കണം. അതിനുവേണ്ടി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓരോ കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് x3 minus x1 എന്താണെന്നറിയാം. എന്താണ്? എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്യണം? 2 times. നമ്മൾ x3 ഓൾറെഡി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇതാണ് നമ്മുടെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? കോമൺ ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു 33. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാല് ലാർജസ്റ്റ് ആംഗിൾ എവിടെയായിരിക്കും വരിക? 5th ടേം ആയിട്ടായിരിക്കും വരിക അല്ലെ? അപ്പൊ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് അതിനെങ്ങനെയാ നമ്മൾ എഴുതുക? x1 പ്ലസ് 4D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x5 കിട്ടും. ഓക്കെ, ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേഷൻ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 442 പ്ലസ് 4 into 33 which is equal to 176. This is the largest angle, means largest term. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഉള്ള വാല്യൂസുകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂയിലേക്ക് നമ്മൾ എത്തിച്ചു by using certain relations. Okay. 6th question is, 4th and 5th term of an arithmetic sequence is 4th term of an arithmetic sequence is 25 and 5th term of an arithmetic sequence is 29. First sub question, what is the common difference of this sequence? 4th ഉം 5th ഉം തന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ? 5th ൽ നിന്ന് 4th ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനൊക്കെ ഒരു മാർക്കാണ് നമുക്ക് കിട്ടുക. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 8th ടേംസ് ഓഫ് ദി സീക്വൻസ്? ഫസ്റ്റ് ആൻഡ് 8th ടേം ഓഫ് ദി സീക്വൻസ്, ദിസ് ഇസ് സെയിം ആസ് x4 plus x5. Okay, this is equal to 25 plus 29. This is equal to 54.
Now the third sub question is, what is the eighth term of this sequence? Eighth term എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? x5ൽ നിന്ന് 3 times common difference ചെയ്യുമ്പോൾ നമുക്ക് eighth termലേക്ക് എത്തും. This is equal to 29 plus 3 into common difference നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 4. This is equal to 41. ഇത്രയേ ഉള്ളൂ. ഇതിനെല്ലാവർക്കും ഓരോ മാർക്ക് വീതമാണ്. ടോട്ടൽ 3 marks. Now the seventh question is, consider the arithmetic sequence 1, 7, 13, 19, etc. 169. Okay. What is the algebraic form of this sequence? Equation എടുക്കുക dn plus f minus d. കാരണം ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. This is equal to 6n. കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടുമല്ലോ. പ്ലസ് 1 minus 6 is equal to 6n minus 5. Okay. Now the second sub question is, how many terms are there in this sequence? അതായത് എത്ര ടേംസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 6n minus 5 ഈക്വൽ ടു 169. അതായത് ഇതാണല്ലോ നമ്മുടെ xnth ടേം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് x1 ടേം, ഇത് x2th ടേം, ഇത് x3th ടേം, ഇതാണ് നമ്മുടെ xn ടേം. അപ്പൊ xn ടേമിനെ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഡിനോട്ട് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഓൾജിബ്രിക് ഫോം 6n minus 5. So this is 6n minus 5 is equal to 169. ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ട്? 29 ടേംസുകളായിരിക്കും ഈ സീക്വൻസിൽ ഉള്ളത്. Now the third sub question is, which term comes in the middle of this sequence? ഇപ്പൊ നമ്മള് 29 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ മിഡിൽ ടേം നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? Since the sequence contains 29 terms, 15th term will be the middle term. അല്ലെ? 15th term ആയിരിക്കും അതിന്റെ മിഡിൽ ടേം. x15 എടുക്കുക. That's just 6 into 15 minus 5, which is equal to 85. What is the sum of 14th and 16th term of this sequence? നമുക്ക് 14th-ന്റെയും 16th term-ന്റെയും സം ആണ് വേണ്ടത്. This is same as 2 into നമ്മുടെ x15, which is equal to 170. രണ്ട് ടേംസുകളുടെ സമ്മ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം കിട്ടുമെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ടേംസുകൾ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സുകൾ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 8th question 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. We know that 12-sided polygon has angle sum 1800 degree. If the angles of the polygon makes an arithmetic sequence, ഈ പോളിഗന്റെ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് വിച്ച് ആർ ദ 6th and 7th term of the sequence? ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടല് ഇതിനകത്ത് 12 ടേംസ് ഉണ്ടാവും അറിയാം, കാരണം ഇതൊരു 12-sided പോളിഗന്റെ കേസാണ്. ഓക്കെ. വി ക്യാൻ മേക്ക് 6 pairs of terms equidistant from both the ends. രണ്ട് എൻഡിൽ നിന്നും നമുക്ക് 6 പാർട്സ് ആയിട്ട് അവരെ ഡിവൈഡ് ചെയ്യാം. ഓഫ് നമ്പേഴ്സ് ഇൻ പെയർസ് എന്ന് പറയുന്നത്, ഇന്ന പെയർ എന്ന് പറയുന്നത് 1800 ഡിവൈഡഡ് ബൈ 6, which is equal to 300. Therefore, we can say that x6 plus x7 is equal to 300. Now, the second sub question is, if the largest angle is 172 degree, then what is its smallest angle? അത് 12th term ആയിരിക്കും. 172 ഡിഗ്രി എത്രേ അല്ലെ? 172 ഡിഗ്രി അല്ലേ തന്നിരിക്കുന്നത്. നമുക്കറിയാം x1 plus x12 എന്ന് പറയുന്നത് 300 ആണ്, നേരത്തെ കണ്ടുപിടിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് x1 കാൽക്കുലേറ്റ് ചെയ്യാം, which is equal to 300 minus 172 is equal to 128 degree. അപ്പൊ നമുക്ക് സ്മോളസ്റ്റ് വാല്യൂ കിട്ടി. എത്രയാണ്? 128 degree. The third sub question is, what is the difference between two adjacent angles of this polygon? അപ്പൊ നമ്മൾ രണ്ട് adjacent angle അങ്ങ് എടുക്കുക. ഓക്കെ. എന്ന് പറയുന്നത് എന്താണ്? 11 times common difference. This is 11d is equal to 172. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താണ്. minus 128. Therefore, common difference is equal to 4.
അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേഴ്സ് ഓഫ് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് 4 ഡിഗ്രി. ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ദ ആംഗിൾസ് കംസ് ഇൻ ദ മിഡിൽ ഓഫ് ദി സീക്വൻസ്. നമുക്ക് ഓൾറെഡി അറിയാം 6th 7th ടേംസുകളൊക്കെ ആയിരിക്കും ഏകദേശം മിഡിൽ വരിക. കാരണം 12 ടേംസുകളാണല്ലോ ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ x6 കാൽക്കുലേറ്റ് ചെയ്യാം. x1 നമുക്ക് ഓൾറെഡി അറിയാം. 5 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x6 കിട്ടും. സിമിലർലി x7 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ x1 എന്ന് പറയുന്നത് 128 ആണ്. പ്ലസ് 5 into 4 നമുക്ക് ആൻസർ കിട്ടുന്നത് 148. അതാണ് നമ്മുടെ 6th ടേം. 7th ടേം എന്ന് പറയുന്നത് 148. നമുക്ക് ഓൾറെഡി കോമൺ ഡിഫറൻസ് അറിയാം. പ്ലസ് 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 152 കിട്ടും. ദാറ്റ് ഈസ് 7th ടേം. ഇതാണ് രണ്ട് മിഡിൽ ടേംസ് അല്ലെങ്കിൽ രണ്ട് ആംഗിൾസ് കംസ് ഇൻ ദ മിഡിൽ ഓഫ് ദി സീക്വൻസ്. Now the last sub question in this last question, can the smallest angle of a 12-sided polygon with angles form an arithmetic sequence 100 degree? ഈ 12-sided polygonന്റെ ആംഗിൾസുകൾ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 100 ഡിഗ്രി എന്ന് പറയുന്നത് അതിന്റെ സ്മോളസ്റ്റ് ആംഗിൾ ആയിട്ട് വരുമോ? ഓൾറെഡി നമുക്കറിയാം x6 പ്ലസ് x7 തന്നെ എന്താണ് 300 ആണ് അല്ലെ. ഫസ്റ്റ് ടേം സപ്പോസ് ക്വസ്റ്റ്യൻ പറഞ്ഞ സ്ഥിതിക്ക് ഫസ്റ്റ് ടേം 100 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 12th ആംഗിൾ എങ്ങനെ വരും? എന്തായിരിക്കണം 12th ആംഗിൾ? നമുക്കറിയാം x1 പ്ലസ് x12ഉം 300 ആണ് അല്ലെ. ഇത് 100 ആയാൽ ഇത് ഓൾറെഡി നമുക്ക് 200 ആയിട്ട് വേണം. അപ്പൊ 12th ആംഗിൾ 200 ഡിഗ്രി ആയിരിക്കണം. 200 ഡിഗ്രി പോസിബിൾ ആണോ? ലാർജസ്റ്റ് ആംഗിൾ അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി വരും. അങ്ങനെ വരുമ്പോ ഈ ഒരു സീക്വൻസിൽ 100 ഡിഗ്രി ഒരിക്കലും സ്മോളസ്റ്റ് ആംഗിൾ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഈ ഇടത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിക്കുക. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.